ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NIS സെക്കൻഡറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 16ാമത്തെ ചാപ്റ്ററാണ്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്, അതുപോലെ തന്നെ ഓംസ് ലോ, അതുമായി ബന്ധപ്പെട്ട മറ്റു നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ടുണ്ടോ? നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റു ഉടനെ തന്നെ എണീറ്റ് വരുന്നത് പോലെയല്ല ഒരു ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം പവറിലായിരിക്കും ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുക. സാധാരണ മനുഷ്യന്റെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്നാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന രീതി പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. നോക്കൂ, ചില കാര്യങ്ങൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, ഇത് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇതൊരു പ്ലാസ്മ ബോൾ പിടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ മാറ്റമാണ് ഇതിലും വരുന്നത്. നമ്മൾ പലപ്പോഴും ചില കമ്പിളി പുതപ്പുകളിൽ അല്ലെങ്കിൽ ചില ഡോർ ഹാൻഡുകളിലൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ചില ഷോക്ക് ഏറ്റതായിട്ട് അനുഭവപ്പെടുന്നു. ചില ആളുകൾ തൊടുമ്പോൾ നമുക്കത് അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ള ചില വസ്തുക്കളിൽ നിന്നും നൈമിഷികമായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു ഇലക്ട്രിക് ഷോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വരുന്നത്? ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റത്തെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ആറ്റം നമുക്കറിയാം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയുമ്പോൾ ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ ആറ്റത്തിന് പുറത്ത് റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്കതിന് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് ഇവയുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇവ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു. അതായത് ഈ പ്രോട്ടോണും ഇലക്ട്രോണും പരസ്പരം ആകർഷിക്കപ്പെടും. അങ്ങനെ ഈ പറയുന്ന ആറ്റത്തിന്റെ ചാർജിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് ഒരു വസ്തുവിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അനുഭവപ്പെടുന്നത്. പലപ്പോഴും വരണ്ട കാറ്റുള്ള സമയത്ത് അന്തരീക്ഷം വരണ്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് സാധാരണ ഇത് സംഭവിക്കാറുള്ളത്. ഒരു കമ്പിളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് സംഭവിക്കാറുണ്ട്. ചില വാതിൽ പിടിക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെടാറുണ്ട്. ചില ആളുകളെ തൊടുമ്പോൾ നമുക്കത് അനുഭവപ്പെടാറുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ചാർജ് ഡിഫറൻസ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്ന്. ഇനി ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഓംസ് ലോ എന്നുള്ളത്. ഓംസ് ലോയെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ ഒന്ന് പരിചയപ്പെടാം. V = IR എന്നുള്ളതാണ് ഓംസ് ലോയുടെ ഇക്വേഷൻ. എന്താണ് V, എന്താണ് I, എന്താണ് R എന്നുള്ളത്? നമുക്ക് ഇതിന്റെ ഒരു ഈ പറയുന്ന ഇക്വേഷൻ ഒരു ട്രയാങ്കുലർ ഫോമിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്, വളരെ കൺവീനിയന്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാനും വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഓംസ് ലോ. Okay, V = voltage, I = current and R = resistance. നോക്കൂ, ഇവിടെ V = IR എന്ന് പറയുമ്പോൾ V = voltage, I = current and R = resistance. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് കറന്റിന്റെയും റെസിസ്റ്റന്റിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ്. അതായത് I × R, കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോബ്ലം രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാണ്, കറന്റ് എന്നുള്ളത് 2 ആംപിയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കറന്റ് എന്നുള്ളത് 2 ആംപിയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 25 ഓം റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇവിടെ എ എന്നുള്ളത് ആംപിയർ എന്നാണ്, കറന്റിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഓം ആണ്, ഓം എന്നുള്ളത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? 2 അതായത് V = എത്രയായിരിക്കും? V = 2 × 25. ഓക്കെ, 50 വോൾട്ട് ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന കണ്ടീഷൻ സർക്യൂട്ടിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഓംസ് ലോ ചെയ്യാറുള്ളത്. ഓംസ് ലോയുടെ ഇക്വേഷൻ ആണ് വളരെ പ്രധാനം. V = IR. അതിൽ V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, I എന്ന് പറയുന്നത് ആംപിയർ ആണ് അഥവാ കറന്റ് ആണ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെയും കറന്റിന്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ വോൾട്ടേജ് കാണാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതിൽ നിന്നും മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. നമുക്ക് ഇപ്പോൾ കിട്ടിയത് V = IR എന്നാണ്.
വി ഇസ് ഇക്വൽ ടു ഐ ആർ, വി ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു ആർ. അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടെ ഐ എന്നുള്ളത് എങ്ങനെ ഉണ്ടാക്കാം? കറന്റിന്റെ ഇക്വേഷൻ എന്തുണ്ടാക്കാം? കറന്റിന്റെ ഇക്വേഷൻ വി ഡിവൈഡഡ് ബൈ ആർ, വി ബൈ ആർ എന്നുള്ളതാണ് ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ എനിക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് എന്തുണ്ടാക്കാം? നമുക്ക് ഈ പറയുന്ന 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്ന വി ഇസിക്കൽ ടു ഐ ആർ എന്നതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി? വി ഇസിക്കൽ ടു ഐ ആർ, ഐ ഇസിക്കൽ ടു വി ബൈ ആർ ഉണ്ടാക്കി. അതുപോലെ ആർ ഇസിക്കൽ ടു വി ബൈ ഐ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പ്രോബ്ലത്തിൽ ഉൾക്കൊള്ളിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് തുടങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.